കരൾ രോഗബാധയെ തുടർന്ന് കിടപ്പിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് പത്തനംതിട്ട തെള്ളിയൂർ സ്വദേശികളായ ഒരു കുടുംബം. 10 വർഷമായി ചികിത്സയിൽ കഴിയുന്ന നിധിനു വേണ്ടിയാണ് കുടുംബം നല്ല മനസ്സുകളുടെ സഹായം തേടുന്നത്. ഇത് നിതിൻ കെ നായർ, 41 വയസ്സുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. 10 വർഷം മുൻപ് ഇദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. തുടർന്ന് കാലിന് സംഭവിച്ച പരിക്കിൽ ചികിത്സയുമായി കഴിഞ്ഞു. ഇതിനിടയിൽ നടത്തിയ പരിശോധനകളിലാണ് കരൾ സംബന്ധമായ അസുഖം തിരിച്ചറിയുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഈ ഗൃഹനാഥൻ 1.5 വർഷത്തിലേറെയായി കിടപ്പിലാണ്. മറവി, ചൊറിച്ചിൽ, തളർച്ച, ഛർദി തുടങ്ങിയ പലവിധ ശാരീരിക അസ്വസ്ഥതകൾ നിതിനെ അലട്ടുന്നു. തീരെ വയ്യാതായിട്ടിപ്പം 1 വർഷമാണ്. ഭയങ്കര ചൊറിച്ചിലാണ്. രാത്രിയിലൊന്നും കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങ് തളർന്നു പോകും. ഇരിപ്പി ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങ് വയ്യാതായി പോകും. ചികിത്സയ്ക്ക് ഇതുവരെ വലിയ തുക ചെലവായി. മുന്നോട്ടുള്ള ചികിത്സാ ചെലവുകൾക്കായി ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. കരൾ മാറ്റിവെക്കൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായി സഹോദരി പറയുന്നു. കരൾ നൽകാൻ സഹോദരി ഡെൽന തയ്യാറുമാണ്. പക്ഷേ ഇതിനാവശ്യമായ സാമ്പത്തിക ചിലവുകളാണ് ഇവരെ അങ്കലാപ്പിലാക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുറകെ വരാൻ ആരുമില്ല. ഈ അമ്മയേ ഉള്ളൂ, അല്ല വേറെ ആരുമില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനോ ഒന്നിനും ആരുമില്ല. ഞാനിപ്പം എൻ്റെ ലിവർ ഞാൻ കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതുവരെ ഇവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം മെഡിക്കൽ കോളേജിലാണെങ്കിലും കൊണ്ടുപോകുമ്പം അവിടുത്തെ ഭയങ്കര ഓട്ടോ. അവിടെ ഒരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല ഒരു കാരണവശാലും. അപ്പം അതിനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ലിവർ ഇവന് കൊടുക്കുമ്പോൾ മമ്മി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ ആരുമില്ല നമ്മുടെ പുറകെ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് പോലും ആരുമില്ല. നിത്യചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. നിതിന്റെ മാതാവ് തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ആരെയും സഹായിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവനെ ചികിത്സിച്ച് ഭേദമായി ആക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഒരു മോനുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിന് പള്ളിക്കൂടത്ത് വിടുകയൊക്കെ വേണം. അതിനൊക്കെ ചിലവുകളല്ലേ. ഇനി കൊച്ചും കൂടെ കീറി ഇവളെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവളെയും ഞാൻ സംരക്ഷിക്കണ്ടേ. അവനെയും നോക്കണം, ഇവളെ നോക്കണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതില്ല. നിതിന്റെ ചികിത്സയ്ക്ക് നല്ല മനുഷ്യരുടെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ജനം, പത്തനംതിട്ട.